വരി ഈ ഖുറാനകത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ. ഒരെണ്ണം പറ. നബിയെ, നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും പറയുക. അതാണ് അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നീ പറയുക. രക്ഷാശിക്ഷകൾ നൽകുന്ന ഒരു ദൈവമുണ്ടെന്നും അതിനായി ഈ ലോകത്തിന് ശേഷം ഒരു പരലോകമുണ്ടെന്നും എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം. ആ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് ഈ ലോകത്തിലേക്ക് പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ടത്. ഇത്തരം നിർദ്ദേശങ്ങളുടെ ഒരു സമാഹാരമാണ് വിശുദ്ധ ഖുർആൻ. അതിലെ തത്വങ്ങൾ ഗ്രഹിച്ചിരുന്നെങ്കിൽ അനിൽകുമാറിന് ബേക്കലിൽ തീവണ്ടിക്ക് കല്ലെറിയേണ്ടി വരുമായിരുന്നില്ല. കഥയിലെ അനിൽകുമാർ തീവണ്ടിക്ക് കല്ലെറിഞ്ഞത് കൗമാരക്കാരുടെ കുസൃതി എന്ന നിലക്കായിരുന്നില്ല. സഹയാത്രികനായിരുന്ന റിജാസ് എന്നയാളെ ഉദ്ദേശിച്ചായിരുന്നു തീവണ്ടിക്ക് കല്ലെറിഞ്ഞത്. റിജാസ് ചെയ്ത തെറ്റെന്തായിരുന്നു? കഴിഞ്ഞ ദിവസത്തെ പത്ര റിപ്പോർട്ടിൽ ഇങ്ങനെ വായിക്കാം: ബേക്കലിൽ തീവണ്ടിക്ക് കല്ലെറിഞ്ഞ കേസിലെ പ്രതി അറസ്റ്റിൽ. നടപടി മലപ്പുറം സ്വദേശിയുടെ പരാതിയിൽ. കാസർഗോഡ് ബേക്കൽ ഫോർട്ട് സ്റ്റേഷനിൽ മംഗളൂരു തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ്സിന് കല്ലെറിഞ്ഞ കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കിൽ മൈലാട്ടി സ്വദേശി എസ് അനിൽകുമാറാണ് 41 അറസ്റ്റിലായത്. തീവണ്ടി യാത്രക്കിടെ 2 പേർ പെൺസുഹൃത്തിനെ മോശമായി നോക്കിയത് ചോദ്യം ചെയ്തതിൻ്റെ വിരോധത്തിൽ മർദ്ദിക്കുകയും കല്ലെറിയുകയും ചെയ്യുന്ന മലപ്പുറം വെളിയങ്കോട് സ്വദേശി കെ റിജാസിൻ്റെ പരാതിയിലാണ് നടപടി. ഞായറാഴ്ച രാത്രി 7:30ഓടെയാണ് സംഭവം. പരാതിക്കാരനും പ്രതിയും മലബാർ എക്സ്പ്രസിൻ്റെ പിൻഭാഗത്തുള്ള ജനറൽ കോച്ചിലെ യാത്രക്കാരായിരുന്നു. ഇതിനിടയിലാണ് പ്രതികൾ പരാതിക്കാരൻ്റെ സുഹൃത്തായ യുവതിയെ മോശമായി നോക്കിയത്. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് റിജാസിനെ തടഞ്ഞു നിർത്തി മുഖത്തടിച്ചു. പ്രതിയും കൂടെയുള്ളയാളും ബേക്കൽ ഫോർട്ട് സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം തീവണ്ടിയിൽ പരാതിക്കാരനിരിക്കുന്ന ഭാഗത്തേക്ക് കല്ലെറിയുകയായിരുന്നു. പ്രതി തീവണ്ടിക്ക് കല്ലെറിയുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. പരാതി ലഭിച്ചതിനെ തുടർന്ന് റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ അറസ്റ്റിലായത്. പ്രദേശത്തെ CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പൊയ്നാച്ചിയിൽ നിന്ന് ഇയാളെ പിടികൂടിയത്. ചുരുക്കത്തിൽ മോശമായ രൂപത്തിൽ ഒരു പെൺകുട്ടിയെ നോക്കി എന്നതാണ് ഈ കേസിൻ്റെ അടിസ്ഥാനം. അനിൽകുമാർ ഖുർആനിലെ മേൽ സൂക്തങ്ങൾ വായിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായ നോട്ടത്തിനപ്പുറം ആക്ഷേപാർഹമായ ഒരു നോട്ടത്തിന് ഇടം വരുമായിരുന്നോ? ഇല്ല. ഒപ്പം ഖുർആനിലെ ദൈവത്തെയും പരലോക രക്ഷാശിക്ഷയെപ്പറ്റിയും ബോധമുണ്ടായിരിക്കണം. മുസ്ലിങ്ങൾ വലിയ തോതിൽ ഈ ഖുർആൻ നിർദ്ദേശം പാലിക്കുന്നത് കൊണ്ടാണ് അവർ അനാവശ്യമായി സ്വകാര്യതയിലേക്ക് എത്തി നോക്കാത്തത്. ഖുർആൻ തരുന്ന ധാർമ്മിക ബോധം അനിൽകുമാറിന് കിട്ടാൻ സാധ്യത വന്നില്ല. അപ്പോൾ പെൺകുട്ടിക്ക് വേണ്ടി ചോദ്യം ചെയ്തവനെ ആക്രമിക്കുകയും പൊതുമുതൽ നശിപ്പിക്കാൻ ഇടവരികയും ചെയ്തു. ഒരു നല്ല സമൂഹ സൃഷ്ടിക്ക് വേണ്ട അനേകം ധാർമ്മിക തത്വങ്ങൾ അടങ്ങിയതാണ് ഖുർആൻ. ഇത് അറിയാതെയാണോ മൈത്രേയൻ ആക്ഷേപം ഉന്നയിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല.